ചേച്ചിയായിട്ട് കണ്ടോളാൻ പറഞ്ഞെങ്കിലും ഇങ്ങനെ വന്ന് കൂടെ നിൽക്കും ഞാൻ കരുതിയില്ല കേട്ടോ. രാധികയല്ലേ പറഞ്ഞേ രാധികയ്ക്ക് ചേച്ചിയില്ല, അതുകൊണ്ട് വല്ലാത്തൊരു സ്നേഹമൊക്കെ തോന്നണ്ടെന്ന്. എനിക്കാണെങ്കി അനുജത്തിയില്ല, അപ്പൊ പിന്നെ എനിക്കും തിരിച്ചു തോന്നണ്ടേ? ഒരുങ്ങിക്കഴിഞ്ഞപ്പോ നല്ല സുന്ദരിയായിട്ടുണ്ട്. ദാ കണ്ണാടി നോക്കിക്കേ. കുറവ് വല്ലതുണ്ടോ? കുറവുണ്ട്. ഞാനാ കുറവ്. ഡേ, ഒരു നല്ല കാര്യത്തിന് ഒരുങ്ങിയിരിക്കുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ അവൾ അടി വെച്ചൊരുങ്ങാൻ. അമ്മേ, മോളെ നോക്ക് എങ്ങനെയുണ്ടെന്ന്. നല്ല ഭംഗിയുണ്ട്. ഞാൻ കരുതിയത് ഇപ്പോഴത്തെ മോഡേൺ കുട്ടികൾക്ക് ഇതൊന്നും ഒരുക്കാൻ വശം ഉണ്ടാവില്ലെന്ന്. ചേച്ചിയുടെ കാര്യം പറയാതിരിക്കാ ഭേദം. മോഡേൺ ആവണമെന്ന് വെച്ചാ അതിനപ്പുറത്തേക്ക് ആരുമില്ല. നാടൻ ആവണമെന്ന് വെച്ചാലും അതിനും ആരുടെയും പറകിലാവില്ല. താങ്ക് യു. എന്നെ കുറിച്ച് ഇത്രയ്ക്ക് നല്ലൊരു അഭിപ്രായം ആദ്യമായിട്ട് ഒരാള് പറയണേ. എന്റെ അമ്മ ഒന്നുമില്ല. അമ്മ കാര്യം പറ. ഇത്രയും നാളും വഴക്കും പിണക്കവും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നീ അടുത്തുണ്ട് എന്നൊരു തോന്നല് വല്ലാത്തൊരു ധൈര്യമായിരുന്നു അച്ഛനും എനിക്കും. ഇനിയിപ്പോ അതെ അതെ, രാധിക ഇപ്പൊ നല്ല കണ്ടീഷനിലാ നിൽക്കുന്നത്. ഇങ്ങനത്തെ സംസാരം ഒരു 10 സെക്കൻഡ് കൂടി മുന്നോട്ട് പോയാ ഇവള് കരഞ്ഞ കുളമാക്കി കിട്ടും. അത് കാണണോ അമ്മയ്ക്ക്? കരയാൻ വേണ്ടി പറഞ്ഞതല്ല. അമ്മേ, ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല. ഞാൻ വരുണ്ട് കൂടെയല്ലേ. എനിക്ക് എപ്പോ വേണേലും ഇങ്ങോട്ട് വരാൻ പറ്റുമല്ലോ. അച്ഛനും അമ്മയും കാണാനും പറ്റും. പ്രിയ പോയതിന്റെ നഷ്ടം എനിക്കറിയാം. ആ നഷ്ടവും കൂടി തീർത്തേ ഞാൻ പെരുമാറും. എന്നെ ജീവിപ്പിച്ചവർക്ക് എന്റെ ജീവിതം ഞാൻ തരേണ്ടതല്ലേ. ഇത് ആരാ തുടങ്ങി വെച്ചത്? യശോദേ, നീയാണോ? ആരാ തുടങ്ങി വെച്ചത് ചോദിച്ചാ അമ്മ തന്നെയാ. പക്ഷേ മോള് കട്ടയ്ക്ക് പിടിക്കുന്നുണ്ട്. അതെ, ഒരുപാട് വിഷമങ്ങൾക്കിടയിലാണ് നമ്മൾ ഈ ചടങ്ങ് നടത്തുന്നത്. അത് നമ്മുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ. അതുകൊണ്ട് സങ്കടം വരുന്ന ഒരു വാക്കും ആരും സംസാരിക്കാതിരിക്കുക. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മോളുടെ ആഗ്രഹം സാധിച്ചു തരുന്ന അച്ഛനമ്മമാരാ. അതിന്റെ സംതൃപ്തിയിലാ ഞങ്ങൾ ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നു.